അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ലോകത്തെ ഒരു വിരൽ തുമ്പിലേക്ക് ചുരുക്കിയ ആധുനിക കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സൗകര്യങ്ങൾ വർദ്ധിച്ചെങ്കിലും സമാധാനവും സാൻമാർഗിക മൂല്യങ്ങളും വ്യക്തി ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നാം ഒരു വസ്തു വാങ്ങുമ്പോൾ അത് എങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകുന്ന ഒരു യൂസർ മാനുവൽ അതിന്റെ നിർമ്മാതാക്കൾ നൽകുന്നുണ്ടല്ലോ. അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു അവൻ എങ്ങനെ ലോകാവസാനം വരെ നൈതിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നതിന്റെ ഒരു രേഖയായി കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ആ ഖുർആനിന്റെ നൈതിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് മാതൃകയായി ഉത്തമമായ ഒരു സമൂഹത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അവർ ഉൾക്കൊണ്ട നൈതിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ ഏത് കാലത്തും ഉത്തമമായ മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ കഴിയും. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം നൽകുക എന്നുള്ളതാണ് യഥാർത്ഥ ഇസ്ലാമിക നൈതികതയുടെ ഒന്നാമത്തെ അടിസ്ഥാനം. ആധുനിക മനുഷ്യർ ഭൗതികയുടെ പിന്നാലെ പായുമ്പോൾ വിശുദ്ധ ഖുർആൻ അവനെ വിളിച്ചുണർത്തുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 115-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യരെ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്നും നിങ്ങളെ നമ്മെ അടുത്തേക്ക് മടക്കുകയില്ലെന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടോ? മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം എന്ന ബോധ്യമാണ് യഥാർത്ഥ ഇസ്ലാമിക നൈതികതയുടെ അടിത്തറ. ഓരോരുത്തരുടെയും സ്വഭാവവും പെരുമാറ്റവും നന്നാക്കേണ്ടതുണ്ട്. അങ്ങനെ എന്നാൽ ഒരാളുടെ ആത്മീയത അളക്കുന്നത് അയാളുടെ വേഷത്തിലല്ല, മറിച്ച് പെരുമാറ്റത്തിലാണ്. പറയുകയാണ്, അന്ത്യദിനത്തിൽ വിശ്വാസിയുടെ തുലാസിൽ ഏറ്റവും കരം തൂങ്ങുക അവന്റെ സൽസ്വഭാവമായിരിക്കും. അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ പോലും പുണ്യമാണ് അഥവാ സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വിദ്വേഷം നിറഞ്ഞ ഈ കാലത്തും സ്നേഹത്തിന്റെ വക്താക്കളാകാനാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. വിരൽ തുമ്പിലേക്ക് ലോകം പിരിയുമ്പോൾ നാവുകൊണ്ടല്ല, വിരൽ കൊണ്ടാണ് ഇക്കാലത്ത് പാകം ചെയ്യുന്നത്. വ്യാജ വാർത്തകളും അപവാദങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഖുർആന്റെ കടുത്ത താക്കീത് നൽകുന്നു. സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ വതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സത്യവിശ്വാസികളെ, ഒരു വിവരം നിങ്ങളിലെത്തിയാൽ അത് സത്യമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. മറ്റൊരാളുടെ മാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യം പോലും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആധുനിക മുസ്ലിമിന്റെ ധർമ്മം. മാതാപിതാക്കളെ, സ്ത്രീകളെയും മാതാപിതാക്കളെയും ബഹുമാനിക്കണം. വൃദ്ധസദനങ്ങൾ നിറയുന്ന ആധുനികതയിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം ഖുർആൻ ഊന്നി പറയുന്നു. സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഅന്ന ഇൻദൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു, നീ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അവരിൽ ഒരാളോ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം ബാധിച്ചാൽ നീ അവരോട് ഛേ എന്നൊരു വാക്ക് പോലും പറയരുത്. സ്ത്രീകളുടെ അന്തസ്സും സുരക്ഷയും ഉയർത്തിപ്പിടിക്കുക എന്ന നൈതികതയാണ് നാം ഇക്കാലത്ത് ഉറപ്പാക്കേണ്ടത്. ആഗോള താപനം ചർച്ചയാകുന്ന ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പാഠം അതിശയമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ അന്ത്യനാൾ സംഭവിക്കാൻ പോവുകയാണെങ്കിൽ പോലും നിങ്ങൾ അത് നട്ടുപിടിപ്പിക്കുക. അമിതവേദ്യ പിശാചിന്റെ സഹോദരൻ എന്ന് വിളിച്ച ഇസ്ലാം നമ്മുടെ വിഭവങ്ങളെ മിതമായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ
നമ്മുടെ മനസ്സാക്ഷിയെ വിട്ടുകൊടുക്കരുത്. പണത്തെക്കാളും പ്രതാപത്തെക്കാളും വലിയ സമ്പാദ്യം നമ്മുടെ മനസ്സിലെ നന്മകളാണ്. ഒരു കവി പറയുന്നത് കേൾക്കൂ: മണ്ണിൽ പതിക്കും മുമ്പേ മനസ്സിനെ ശുദ്ധമാക്കുക, പിന്നിൽ തിളങ്ങും നക്ഷത്രം പോലെ ഉന്നതരാവുക. നൈതികത എന്നത് കേവലം പ്രസംഗിക്കാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാവണം. പണത്തെക്കാളും പ്രശസ്തിയെക്കാളും വലിയ സമ്പാദ്യം നമ്മുടെ മനസ്സിലെ നന്മകളാണെന്ന് തിരിച്ചറിയുക. മരണം വരെയും ഇസ്ലാമിക നൈതിക മൂല്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.